ഹലോ, നമുക്കിന്നൊരു സ്വാദിഷ്ടമായ ഒരു മിനി വെട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ബൗൾ എടുക്കുക. അതിന് ശേഷം 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു ജാർ എടുക്കണം. ജാർ എടുത്തതിന് ശേഷം ഇതിനാവശ്യമായ 2 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. മാവിനനുസരിച്ച് നമ്മൾ മുട്ട ചേർക്കുന്നു. അതിനുശേഷം 2 ഏലക്ക മണത്തിന് വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നു. 11 ടേബിൾ സ്പൂൺ പഞ്ചസാര മധുരത്തിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം വാനില എസൻസ് ചേർത്ത് അതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഈ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ മിക്സും കൂടെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതേ രീതിക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന കണക്ക് ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം അതിന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം 2 ഉരുളകളായിട്ട് മാറ്റുക. ഓരോ ഉരുളയായിട്ട് ചപ്പാത്തി പലകയിലൊന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇത്ര കട്ടി വേണം, നല്ല കനം കുറച്ചായി പോകരുത്. അത്യാവശ്യത്തിന് കട്ടിയിലെടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് നമ്മൾ വരഞ്ഞെടുക്കണം. ഇതേപോലെ ഒന്ന് വെർട്ടിക്കലായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ വരഞ്ഞെടുക്കണം. വരഞ്ഞെടുത്ത് അതിന് ശേഷം നമ്മൾ ഒന്ന് ഹൊറിസോണ്ടലായിട്ടൊന്ന് കട്ട് ചെയ്യുന്നു. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അതിനുശേഷം അതിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ ഒന്ന് ഒരു വെട്ടിട്ട് കൊടുക്കും. നല്ല ആഴത്തിലല്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിയെടുക്കുക. അതിനുശേഷം അതിനെ ഒരു ബൗളിലേക്ക് മാറ്റുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന് ഇത്ര കട്ടി ആവശ്യമാണ്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി ഓരോന്ന് വീതം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ 2 ഭാഗവും ഫ്രൈ ആയി വരുമ്പോൾ അതിനൊന്ന് കോരി മാറ്റുക. അതിനുശേഷമുള്ള ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ടാറ്റാ.